എല്ലാവർക്കും സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് തനിനാടൻ ഡിഷായിട്ടുള്ള പാൽക്കപ്പയാണ്. അതിൻ്റെ കൂടെ തേങ്ങ അരച്ച മീൻകറിയും അതുപോലെ തന്നെ കാന്താരി ചമ്മന്തിയും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള ഈ ഡിഷ് എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ കപ്പ വെച്ചിട്ടുള്ള ഒരു തനിനാടൻ ഡിഷാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു കപ്പ എടുത്തിട്ടുണ്ട്. ഇത് വലിയൊരു കപ്പ ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ തൊലിയൊന്ന് റിമൂവ് ചെയ്യാം. ഇതുപോലെ നല്ല വെള്ള കളറിലാണെങ്കിലാണ് നല്ല കപ്പയാവുള്ളൂ. അതുപോലെ വെള്ള കളറാണെങ്കിൽ മാത്രമാണ് അത് കുക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നന്നായി കിട്ടുള്ളൂ. ഇതിലിടയിൽ കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ അത് കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കപ്പയൊക്കെ നമ്മൾ അതിനകത്ത് മാറ്റിയിട്ട് വേണം എടുക്കാൻ. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഇളകി കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കപ്പയുടെ തൊലിയൊക്കെ നന്നായി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കൊത്തി കൊത്തിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ചെണ്ടമുറയിനായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് കപ്പ പുഴുങ്ങി കഴിക്കുമ്പോഴാണ്. പാൽക്കപ്പ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് കട്ട് ചെയ്തിടുന്നത്. കപ്പയിൽ നല്ല കട്ടുള്ളതാണ്. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിപ്പോൾ കപ്പ കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ നടുവിലുള്ള അതിൻ്റെ ആ വേര് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ നടുവിലൊരു വേര് കിട്ടും. അപ്പോൾ അത് ഇതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അതിനുശേഷം ഈ കപ്പ വെള്ളത്തിൽ നന്നായിന്ന് 2-3 പ്രാവശ്യം ഒന്ന് കഴുകാം. ഈ പാൽ നിറമൊന്ന് മാറിയിട്ട് നല്ല തെളിഞ്ഞു വരുന്ന വരെയാണ് നമുക്കൊന്ന് കഴുകിയെടുക്കേണ്ടത്. കാരണം കപ്പയിൽ ഒരു കട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുന്നത്. അതിനത് കപ്പയൊക്കെ നന്നായി കഴുകി ഒരു സ്ട്രെയിനറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് കുക്കറിലല്ല വേവിക്കുന്നത്. ഞാൻ അടികട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കപ്പ ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർക്കാം. എപ്പോഴും കപ്പ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മുകളിൽ വരെ വെള്ളം നിൽക്കണം. എന്നിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അങ്ങനത്തെ കപ്പയുടെ മുകളിലേക്ക് വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കാതെയാണ് വേവിക്കുന്നത്. വെന്ത ശേഷമാണ് ഉപ്പ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ അത് വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കപ്പ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തി ഒന്ന് തയ്യാറാക്കാം. ഞാൻ ഇവിടെ കാന്താരി ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് കൊച്ചുള്ളി മിക്സിയിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കാന്താരിയാണ്. കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി. 1-2 കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. വല്ലാണ്ട് അരഞ്ഞു കിട്ടേണ്ട ആവശ്യമില്ല, ഒന്ന് ചതഞ്ഞെടുത്താൽ മതി. അതിനെന്താ നമ്മുടെ ഉള്ളിച്ചമ്മന്തിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പാൽക്കപ്പയാകുമ്പോൾ നന്നായി വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. ഒരു 80% ഒക്കെ വെന്ത് കിട്ടിയാൽ മതി. നമുക്കപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടിയെന്നുള്ളതൊന്ന് നോക്കി നോക്കാം. ചില കപ്പ വെന്ത് കിട്ടാൻ നല്ല പ്രയാസമായിരിക്കും. അപ്പോൾ നന്നായി ഒന്ന് വേവിക്കേണ്ടി വരും. അപ്പോൾ നമുക്കിതൊന്ന് വെന്തോന്നുള്ളതൊന്ന് നോക്കാം. അത് ഞാൻ നോക്കിയപ്പോൾ അത്ര കണ്ട് വെന്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇത് വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്താ കപ്പയൊക്കെ നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നന്നായി വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. അത് ഈ ഒരു രീതിയിൽ വെന്ത് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞ് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു 5-6 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 2 വെളുത്തുള്ളിയാണ്. 2 വെളുത്തുള്ളി. പിന്നെ വേണ്ടത് 2 പച്ചമുളകാണ് ഇടുന്നത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇത് നമുക്ക് നന്നായി ഒന്ന് ചതച്ചെടുക്കാം. അങ്ങനെ ഇതെല്ലാം നന്നായി ഒന്ന് ചതച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമുക്ക് കപ്പയിലേക്ക് ചേർക്കാം. അങ്ങനെ അത് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള കപ്പ നമുക്കിതിലേക്ക് ചേർക്കാം. 2-3 പ്രാവശ്യം ഒന്ന് കഴുകി എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള മസാല ചേർക്കാം.
ഇതിൽ ഞാനിപ്പോൾ ജീരകം ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജീരകം കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് കല്ലുപ്പാണ്. നമ്മളിവിടെ നേരത്തെ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇതിലേക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് കോക്കനട്ട് മിൽക്കാണ്. ഞാനിവിടെ അമേരിക്കൻ ക്ലാസിക്കിൻ്റെ കോക്കനട്ട് മിൽക്കാണ് ചേർക്കുന്നത്. അങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ കംപ്ലീറ്റ് ആയിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ബാക്കി വേവേണ്ടത് ഈ തേങ്ങാപ്പാൽ കിടന്നിട്ടാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ഡിഷാണിത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഈ പാൽക്കപ്പ. കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ ഫൈബറും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഈ ഡിഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഇനി ഈ തേങ്ങാപ്പാൽ കിടന്നിട്ട് ഇത് നന്നായി ഒന്ന് കുറുകി വരണം. അപ്പോൾ ഈ ചെറിയ പീസൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഏതെങ്കിലും കഷ്ണങ്ങൾ ഉടയാതിരിക്കുകയാണെങ്കിൽ ഇത് അതുപോലെ ഒരു പൊട്ടറ്റോ മാഷർ യൂസ് ചെയ്തിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്രീമി ആയിട്ടുള്ള പാൽക്കപ്പയാണ് കിട്ടുക. ഇതാ എല്ലാം ഒരുവിധം ഉടഞ്ഞുടഞ്ഞ് വരുന്നുണ്ട്. നമ്മുടെ പാൽക്കപ്പയൊക്കെ ഒരുവിധം കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം ഇത് ഇരുന്ന് കഴിയുന്തോറും ഒന്നും കൂടി ഒന്ന് തിക്കായി വരുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള കടുക് താളിക്കാം. ഇത് കടുക് താളിക്കാൻ വേണ്ടി ഞാനൊരു തടുക്കാപ്പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അതിനത് എണ്ണയൊക്കെ ഒരുവിധം ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. അതിനകത്ത് കടുകൊക്കെ നന്നായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കൊച്ചുള്ളിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു 3 കൊച്ചുള്ളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ഒരു തണ്ട് കറിവേപ്പില. പിന്നെ ഇതിലേക്ക് 2 വറ്റൽമുളകും കൂടി ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ ചുമന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കടുക് വറുത്തത് ഈ പാൽക്കപ്പയിലേക്ക് ചേർക്കാം. അങ്ങനത് ഞാൻ ചമ്മന്തിയൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചവെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ചേർക്കാം. ഇത് അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കാൻ പാടില്ല. അങ്ങനെ എണ്ണയും ചേർത്ത ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് പാൽക്കപ്പയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അങ്ങനെ നമ്മുടെ പാൽക്കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പയാണ് തയ്യാറായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഞാനിവിടെ പാൽക്കപ്പയുടെ കൂടെ മീൻകറിയും അതുപോലെ കാന്താരിച്ചമ്മന്തിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻ്റെ അളവും എല്ലാം ഈക്വലായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോമ്പിനേഷനിൽ തയ്യാറാക്കുകയാണെങ്കിൽ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.